Hello guys. Welcome back to our channel. അപ്പോൾ ഇന്നെന്താണ് ലോങ് വീഡിയോ ആണോ ഷോർട്ട് വീഡിയോ ആണോ? ഇന്ന് ലോങ് വീഡിയോ ആണ്. ഇന്ന് Okay. ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐഫോൺ 16 Pro Max ലോഞ്ച് ആയിട്ട് ഇപ്പം കുറച്ച് ഡേയ്സ് ആയി. നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയി നോക്കിയായിരുന്നു ഫോൺ. അപ്പോൾ ഫോൺ ഷോപ്പിൽ വന്നിട്ടില്ല. അവർ പറഞ്ഞു പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 20 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 month ടൈമിംഗ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ വന്നു. അപ്പം ഇന്നെന്തായാലും പോയി നോക്കാം. ഇന്നെന്തായാലും ഫോൺ വന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പോയി ചെക്ക് ചെയ്ത് ഫോണും പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഫോൺ എടുക്കും. അത് മാത്രമല്ല ഗൈസ്, നമ്മളെ രണ്ടുപേരുടെ ഇന്ന് ഒരു ഓഫ് ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഓഫ് ഡേ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ നമുക്ക് വലിച്ചിടുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ഫൈസിമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ഫൈസിമോൾ എൻ്റെ അടുത്ത് കുറേ ദിവസമായിട്ട് ഒരു സാധനം ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാനത് വന്നതിന് ശേഷം പറയാം. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം 9 മണി നൈറ്റ് എത്തുമെന്ന് കാണിച്ചത്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവർ ഫാസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് കാണിച്ചു. പക്ഷെ നമ്മൾ ഓൾറെഡി ഐഫോൺ നോക്കാൻ വേണ്ടി വെളിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ആ മെസ്സേജ് വന്നത്. അപ്പോൾ ഞാൻ നൈസായിട്ട് അവളറിയാതെ ഫോണിലിങ്ങനെ വീഡിയോ എടുത്ത് വെക്കുക, ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി. എൻ്റെ അടുത്ത് അവൾ പറഞ്ഞിട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ടൊരു 3 ദിവസമായി. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നാട്ടിലുള്ളപ്പോഴും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ ഭാര്യമാർ പറയുന്ന ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ പണ്ടേ അങ്ങനെ ഒരു ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞതുപോലെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി എന്താണെന്ന് വെച്ചാൽ ഐഫോൺ 16 Pro Max നോക്കാനാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് പറ്റിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പുതിയതായിട്ട് വീട് മാറിയോണ്ട് ഈ അഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ അഡ്രസ്സിലേക്ക് നമ്മൾ പഴയ അഡ്രസ്സ് തന്നെയായിരുന്നു വെച്ചിരുന്നത്. പഴയ അഡ്രസ്സ് വെച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് കിട്ടില്ല. നമ്മൾ പുതിയ അഡ്രസ്സ് വെക്കണം. സോ അത് പിന്നെ ഇനി അടുത്ത ആഴ്ച അവർ പുതിയതായിട്ട് വെച്ച് ഇനി അടുത്ത ആഴ്ച അവർ വരാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഫിഷ് മേടിക്കാൻ മാർക്കറ്റിലോട്ടാണ് പോയത്. അവിടെ ഒരുപാട് മാർക്കറ്റ് കൊണ്ട് ഒരുപാട് മീനുകളുണ്ട്, പലതരം. പലതിൻ്റെയും പേരൊന്നും നമുക്കറിയില്ല, പക്ഷെ എന്നാൽ അറിയാവുന്ന മീനുകളൊക്കെ നമ്മൾ നോക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒക്ടോബസ് ആയിരുന്നു അവിടെ ഞാൻ കണ്ടത്. ഒരു തരത്തിലുള്ള മഡ് ക്രാബ് പോലത്തെ ക്രാബിനെ ഞാൻ കണ്ടു. എനിക്കത് നല്ല ഇഷ്ടമായി, പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതിന്. അത് കഴിഞ്ഞ് ഞാൻ കണ്ടതാണ് ഈ ഒക്ടോബസിനെ. അതിനെനിക്ക് ഒരു ദിവസം മേടിക്കണമെന്നുണ്ട്. പക്ഷെ അതിന് വെച്ച ഫ്രണ്ട്സൊക്കെ, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കൊള്ളൂലാന്ന്. പിന്നെ ഞാൻ വേറൊരു സെക്ഷനിലോട്ട് പോയി. അവിടെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള പാർട്സുകളാണ്. കാലൊക്കെ, ആടിൻ്റെ, കോഴിയുടെയൊക്കെ കാല്. ഇതൊക്കെ ആരാണ് കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു. ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോഴാണ് അങ്ങനത്തെ കണ്ടത്. ഞങ്ങൾ 2 ബ്രിട്ടീഷ് അയലയും ഒരു ആവോലിയായിരുന്നു മേടിച്ചത്. പുള്ളി നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ഉണ്ടോ അതിലിടാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ 3 മീനെടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ചുമ്മാ കോമഡിക്ക് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കോമഡിയാണെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് തന്നെ മേടിക്കേണ്ടി വന്നു. പുള്ളി പറഞ്ഞു ഇനിയും മീൻ മേടിക്കാനൊക്കെ നിങ്ങൾ മാർക്കറ്റിലേക്ക് വരണമെന്ന്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത്. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഒരു പഞ്ചാബി ഷോപ്പിൽ കയറി കുറച്ച് ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു. പിന്നെയാണ് എനിക്കൊരു സർപ്രൈസ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊരു ഫ്രണ്ടിൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്താണ്. പക്ഷേ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഈ വീഡിയോ എല്ലാം ആഡ് ചെയ്തത്. പൈസ കൊണ്ട് ഇത് അറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ റൂമിലുള്ള നെയ്ബറിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അവളിത് പറഞ്ഞിട്ട് ഏകദേശം ഒരു 3 ദിവസമായി. മാക്സിമം ഞാൻ ഒരാഴ്ച വരെയൊക്കെ അവൾ പറഞ്ഞ ഇങ്ങനെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാറുള്ളൂ. കാരണം ഞാൻ വർക്കും ഇതൊക്കെ കൊണ്ട് ഭയങ്കര ബിസി ആയിപ്പോയി. അതിപ്പോൾ നാട്ടിലാണെങ്കിലും ശരി, ഞാൻ അങ്ങനെ ഒരുപാട് നീട്ടത്തില്ല. കാരണം നമ്മുടെ ഭാര്യമാർ പറയുന്ന കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണമെന്നാണ്. അപ്പോൾ അവൾ റൂമിലുണ്ട്, ബാക്കി റൂമിൽ പോയിട്ട് കാണാം. പോളി ഗൈസ്, അപ്പം സാധനം കിട്ടിയിട്ടുണ്ട്. ഫൈസിമോൾ റൂമിലുണ്ട്. ഞാൻ പോയി നൈസായിട്ട് ഇതേ ഡ്രസ്സൊക്കെ മാറി വന്നതാണ്. അപ്പോൾ അവളോട് കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ വേറൊരു സ്ഥലത്ത് ഇത് ഇടനാക്കി വെച്ചിട്ട് ഇതേ സാധനം ഇപ്പോൾ എടുത്തതാണ്. ഇതേ സാധനം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. നമുക്ക് പതുക്കെ റൂമിലോട്ട് കയറാം. പക്ഷെ റൂമിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് ഈ സാധനം കൊണ്ട് ഇങ്ങനെ ഇവിടെ ടാപ്പ് ചെയ്യണം. പരിപാടി തണ്ടണേ. എന്താ ഒരു എക്സൈറ്റഡ് ഇല്ലാത്ത? ഇതൊരു സാധനമാണ്. എന്താന്ന് പറയാവോ? ഗസ് ചെയ്യാവോ?
എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ. അതിനകത്ത് എഴുതിയിട്ടില്ല. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. ഡൺ. മിക്സി ഗൈസ് ഇതാണ് നമ്മുടെ മിക്സി. അപ്പൊ ഗൈസ് ഞങ്ങള് പുതിയ ഈ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയിട്ട് എനിക്ക് മിക്സി ഇല്ലായിരുന്നു, ഒരു വക ചെയ്യാൻ പറ്റുന്നില്ല മിക്സി ഇല്ല. അങ്ങനെ എനിക്ക് ഗൈസ് ഞാൻ അറിയാതെ എനിക്ക് സർപ്രൈസ് ചെയ്ത് ഓർഡർ ചെയ്ത് തന്നെയാണിത്. അങ്ങനെ മിക്സി വന്നു ഗൈസ്. അതാണ് നമ്മളുടെ ഇപ്പൊ നമ്മൾ വിചാരിച്ചു ഷെയ്ക്ക് അടിക്കാം. ആദ്യം തന്നെ റൈസ് ഞാൻ ഉദ്ഘാടനത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. എന്ത് സാധനം എന്നൊക്കെ നമ്മളപ്പോ നോക്കുന്നൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് അവക്കാഡോ ഷേക്കാണ്. ഇതിലൊരു ഫ്യൂസ് ഇടേണ്ട ആവശ്യമുണ്ട്. ഇതിലുണ്ടോ നോക്കട്ടെ ഫ്യൂസ്. അതെന്തോ ഫ്യൂസ്? ഫ്യൂസ് വല്ലതും ഇട്ടിട്ടുണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിൽ പണിപാളി. നമ്മളിവിടെ പോയി ഒപ്പിക്കും ഗൈസ്. അയ്യോ സെറ്റ് അല്ലേ? നമുക്ക് മിക്സി ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കാം. ഓക്കെ, അതായത് നമ്മളിത് മിക്സി സെറ്റ് ചെയ്തു. ഇങ്ങോട്ട് സെറ്റ് ചെയ്തു, മൂടി വെച്ചു. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു അവക്കാഡോ ഷേക്ക് അടിക്കാം. അവക്കാഡോ, മിൽക്ക്, ഷുഗർ. ആ കത്തിയല്ല, റോസ് കത്തി എടുക്ക്. ഓക്കെ, ആണ് നമ്മളെ കത്തി. നമ്മളിപ്പോ അവക്കാഡോ, വാവ്, ഇതിന്റെ സീഡ് നമ്മൾ നൈസായിട്ട് എടുത്ത് മാറ്റുവാണ്. നമുക്ക് ജാർ ഒന്നുകൂടെ ഒന്ന് കഴുകിയിടാം. ജാർ നമ്മൾ കഴുകാം. ശരിയാ, ഞാൻ തന്നെ പറഞ്ഞു. കൂടെ കൂടെ ഉള്ളവരെല്ലാം കൂടെ കുടിക്കും. തുറക്കത് അതിനകത്തോട്ട് അരിഞ്ഞിടണ്ടേ? ഓ പിന്നെയും ആൽമണ്ട്. ഗൈസ് നമ്മളപ്പോൾ ഇത് നൈസായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ ഇത്? അതൊക്കെ അവിടെ ഇങ്ങനെ ഇടുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. തൊണ്ട് വീണതിനകത്ത് ഇത്ര മതിയല്ലോ. അര ഗ്ലാസ് അര മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഞ്ചസാര നമ്മളിടും. ഞങ്ങൾ ഒരേപോലെയാണ്, പഞ്ചസാര ലവേഴ്സ് അല്ല, പക്ഷെ പഞ്ചസാര ലവേഴ്സ് ഇത്രയും വൃത്തിയുടെ തൊണ്ട് തിരിയാ. ഇതൊന്ന് കഴുകിയെടുക്കാം അല്ലേ? പക്ഷെ നനഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാര കട്ട പിടിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. നിങ്ങളുടെ അത്രയും പഞ്ചാര അടിയില്ല. നൈസായിട്ട് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഇട്ടാൽ മതി. മതി. മതി മതി. കുറച്ച് നട്ട്സും കൂടി ഇട്ടാ. റൈസിന് അറിയാം, ഇനൂനെയൊക്കെ വീട്ടിൽ വെച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്. നട്ട്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിക്കൂടെ പൊട്ട നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യമായി മിക്സി ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് റഗീസ് കാസിം. ഞാൻ സത്യം പറയില്ല, എനിക്ക് ഈ ഇലക്ട്രോണിക്സ് ഭയങ്കര ഇഷ്ടം. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, ഞാനൊരു ഇലക്ട്രോണിക്സ് ലവറാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, നമ്മുടെ രാവിലത്തെ വീഡിയോ നിങ്ങൾ കണ്ടാണല്ലോ. സോറി, രാവിലെ നമ്മൾ ഷൂട്ട് ചെയ്തതിൽ പറയുന്നുണ്ട് ഐഫോൺ നോക്കാൻ പോയിട്ട് നൈസായിട്ടൊന്ന് 3G ആയി. ഐഫോൺ ലോഞ്ച് ആയിട്ടില്ല, ചെറിയ ഡിലേ ഉണ്ട്. അപ്പം ഉടനെ വരും, കമ്മിങ് സൂൺ. നൈസായിട്ട് കുത്താം. പൊളി പൊളി, അടിപൊളി. അടി അടി അടിക്കട്ടെ. ഇനിയും പോട്ടെ പോട്ടെ പോട്ടെ. എങ്ങനെയുണ്ട്? 600 വാട്ട് പവറിന്റെ ആണ് മിക്സി. ഗൈസ്, അപ്പൊ അതെ അവക്കാഡോ ഷേക്കും ബദാമും കൂടി ഇട്ട് അടിച്ചത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ് ഉണ്ടോ? പൈസ നോക്ക് ചായ പിടിക്കാൻ വേണ്ടി കഴിച്ചത്. മൂക്കുണ്ടോ? നല്ല രസമല്ലേ? രണ്ടണേ ഇതേ നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു. എന്താ വൈബ്! കുടിച്ചു നോക്കാം, ടേസ്റ്റ് നോക്കാം. ഉള്ളത് ഉള്ള പോലെ പറയും. തന്നെ ഉണ്ടാക്കിയല്ലേ. മിക്സിയുടെ പവറാന്ന് എനിക്ക് തോന്നുന്നത്, എന്റെ കൈപ്പുണ്യമല്ല. അടിപൊളി. അല്ല, നിങ്ങളെ കൈപ്പുണ്യം തന്നെ. ടേസ്റ്റ് നോക്കൂ.
അപ്പോൾ ഗൈസ് ഞാനും നമ്മളെ പുതിയ മിക്സർ കൊണ്ടുണ്ടാക്കിയ അവക്കാഡോ ഷേക്ക് കുടിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. സാധാ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ അതേ ടേസ്റ്റ് ഉണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ ബൈ.